എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഒരു പാസ്ത റെസിപ്പിയാണ്. ഗാർലിക് ചിക്കൻ പാസ്ത. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണിത്. ഒരു 1 പോട്ട് റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ഫ്രൈങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ, അതായത് 30 ഗ്രാം ബട്ടർ ചേർക്കാം. ബട്ടറിൻ്റെ സ്മോക്കിംഗ് പോയിൻറ്റ് കുറവാണ്, അതുകൊണ്ട് അത് ചൂടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ബേൺ ആകാതിരിക്കാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു വലിയ സവാളയുടെ പകുതി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കളർക്ക് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒരു 6-7 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ 10 അല്ലി വെളുത്തുള്ളി, ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണമൊന്ന് മാറുന്നത് വരെ 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളി അരച്ചതാണ്. മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. നാടൻ തക്കാളി അല്ല കേട്ടോ, ഓവൽ ഷേപ്പിലുള്ള തക്കാളി ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ അത് മൂടി വയ്ക്കാം. അതിൽ നിന്ന് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ തൈം, 1/2 ടീസ്പൂണിനും താഴെ ഗരം മസാല. ഇത്രയും സ്പൈസസ് ആണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ ചൂടിൽ ഇതൊരു 30 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ മുറിച്ചെടുത്ത ശേഷം ഇട്ട് കൊടുക്കാം. ഇനി തീ കൂട്ടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കണേ, പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്, അതായത് 100 ഗ്രാം. പെന്നെ പാസ്തയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏത് ഷേപ്പുള്ള പാസ്ത നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് മൂടി വെച്ചിട്ട് മീഡിയം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അല്പം കൂടി സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുക. ചെഡർ ചീസും മൊസറല്ല ചീസും ബ്ലെൻഡ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ഒരു 1 മിനിറ്റോളം ചെറിയ ചൂടിൽ നിന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചീസൊക്കെ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. മുകളിൽ അല്പം മല്ലിയില കൂടി തൂക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ചിക്കൻ പാസ്ത ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും സാധിക്കും അല്ലേ. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് ഡബിൾ ആക്കോ ത്രിബിൾ ആക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ആവശ്യാനുസരണം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.